റയൽ മാഡ്രിഡും സാബി അലോൺസോവും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡബിൾ സ്ട്രോങ് ആണെന്ന് തന്നെ പറയണം അല്ലേ. ദെയർ കുക്കിംഗ് ഒന്നും പറയാനായിട്ടില്ല. പക്ഷെ എടുത്തു പറയേണ്ട ഒരു പേരെന്ന് പറയുന്നത് ഗോൺസാലോ ഗാർസിയ ആണ് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കളിയിലും ഹി ഈസ് മേക്കിംഗ് ആൻ ഇമ്പാക്റ്റ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ റയൽ മാഡ്രിഡും ബൊറൂസിയ ഡോർട്ട്മുണ്ടും മത്സരം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും പ്രതീക്ഷിച്ച് അത്യാവശ്യം ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം കാണാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ ഒരു 80 മിനിറ്റ് വരേക്കും റയൽ മാഡ്രിഡിന്റെ ആധിപത്യം തന്നെ ആയിരുന്നു എന്ന് പറയണം. നല്ല പ്രസിംഗും അതുപോലെ തന്നെ ബോൾ എടുത്തിട്ടുള്ള അവരുടെ ആ ഒരു സാബിയുടെ ഒരു കളിയുണ്ടല്ലോ, അത് നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ആൻഡ് എംബാപ്പെ ജസ്റ്റ് ബീങ് എംബാപ്പെ, അത് കൂടുതലൊന്നും പറയാനില്ല. കാരണം അത് അത്രയും അടിപൊളി ഗോളാണ്. ആൻഡ് ദ സെലിബ്രേഷൻ വാസ് ലൈക്ക്, അതിൽ ഞാൻ ഒന്നും പറയുന്നില്ല. ആൻഡ് ഇനി ഇപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംബാപ്പയുടെ ആ ഗോൾ ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിന് ഒരു പണി കിട്ടിയേനെ എന്നുള്ളതാണ്. കാരണം ആ ലാസ്റ്റ് മിനിറ്റ് പെനാൽറ്റിയും ഡീൻ ഹുസൈനുള്ള റെഡ് കാർഡും പിന്നീട് അത് കൺവേർട്ട് ചെയ്ത് 2 ഗോളുകൾ ആവുകയും ചെയ്തു. അത് എംബാപ്പയുടെ ഗോളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് ആക്കി വെച്ചത് റയൽ മാഡ്രിഡിനെ എന്നുള്ളതാണ്. ഇതിൽ റയൽ മാഡ്രിഡിന് പണി കിട്ടാൻ പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീൻ ഹുസൈൻ എന്ന് പറയുന്ന അവരുടെ ഒരു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ അല്ലെങ്കിൽ ദ വാളിൻ്റെ ഒരു ലീഡർ ഉണ്ടല്ലോ, പുള്ളി പോവുകയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ സെമിയിൽ അവർ നേരിടാൻ പോകുന്ന PSG-ക്കും ഇതേ പണി തന്നെ കിട്ടിയിട്ടുണ്ട്. അവരുടെ സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള ബാച്ചോയ്ക്കും ഇതേപോലെ റെഡ് കാർഡ് കിട്ടിയിട്ട് പുള്ളിയും പുറത്താണെന്നുള്ളത് 2 ടീമിനെ സംബന്ധിച്ചിടത്തോളവും ഒരു പ്രശ്നം തന്നെയാണ്. സോ സെമി ഈസ് ഗോയിങ് ടു ബി another final before the final.